ദീപകം ഹൃദയോദ്ദീപകം ജീവദായകം. ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 19-ാം അധ്യായം വായിച്ചുകൊണ്ട് ഇത് ആരംഭിക്കാം. ഫരിസേയർ അടുത്ത് ചെന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സ്രഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒരു ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, വിവാഹം കത്തോലിക്കാ സഭയിൽ അതൊരു കൂദാശയാണ്. 7 കൂദാശകളിൽ 7-ാമത്തെ കൂദാശ. അതിനുവേണ്ടി ഒരുങ്ങുന്നവർക്ക് ഒത്തിരിയേറെ കടമ്പകൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണത്? 1, വിവാഹത്തിന് ഒരുക്കമായിട്ടുള്ള കോഴ്സ് കൂടണം. 2, വിവാഹത്തിന് മുൻപായിട്ട് മനസ്സമ്മതം നടത്തണം. 3, ആ മനസ്സമ്മതം നടത്തിയ കാര്യം പള്ളിയിൽ 3 ഞായറാഴ്ചയെങ്കിലും പ്രഘോഷിക്കണം. 4, വികാരിയച്ഛനെ നമസ്കാരം ചൊല്ലി കേൾപ്പിക്കണം. 5, കെട്ടുകുമ്പസാരം നടത്തണം. ഈ 5 സ്റ്റെപ്പുകളും കടന്നതിന് ശേഷം മാത്രമേ കത്തോലിക്കാ സഭയിൽ ഒരു വ്യക്തിക്ക് നിയമാനുസൃതമായി വിവാഹം എന്ന കൂദാശയിൽ ഏർപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. എന്തിനാണ് സഭ ഇത്രമാത്രം നിഷ്കർഷകൾ വച്ചിരിക്കുന്നത്? പണ്ട് ഇത്രയേറെ നിയമങ്ങളുണ്ടായിരുന്നില്ല. പണ്ട് വിവാഹത്തിന് ഒരുക്കമായിട്ടുള്ള പ്രീമാരിൻ്റെ കോഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാണ് ഇപ്പോൾ അത് എല്ലാം വന്നിരിക്കുന്നത്? കാരണം ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസുകൾ നടക്കുന്നത് കത്തോലിക്ക സഭയിലാണ് എന്നാണ് കേട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത് കത്തോലിക്ക സഭയിൽ. എന്താ കാരണം? വിവാഹത്തെ പൂർണ്ണമായും മനസ്സിലാക്കാത്തത് കൊണ്ടും അതൊരു കൂദാശയാണ് എന്ന് പൂർണ്ണമായി ഗ്രഹിക്കാത്തത് കൊണ്ടുമാണ്. വിവാഹം ഒരു കൂദാശയാണ്. കൂദാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ വിശുദ്ധീകരിക്കുന്ന അടയാളം എന്നാണ് അർത്ഥം. അപ്പോൾ വിവാഹത്തിലൂടെ വരനും വധുവും വിശുദ്ധീകരിക്കപ്പെടുകയാണെന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. അപ്പോൾ ഈ വിവാഹത്തിന് ഒരുങ്ങുന്ന വ്യക്തി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ശരിയായിട്ട് മനസ്സിലാക്കിയാൽ ഈ ഡിവോഴ്സ് എന്ന വലിയ ദുരന്തത്തിലേക്ക് ആരും കടന്നു ചെല്ലുകയില്ല. എൻ്റെ അടുത്ത് ഒത്തിരിയേറെ യുവതി യുവാക്കൾ, ഞാൻ ഡിവൈനിലും കോട്ടയിലൊക്കെ കുമ്പസാരിപ്പിക്കാൻ പോകുമ്പോൾ പറയാറുള്ളൊരു കാര്യമാണ്, അച്ചോ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമേ ആയുള്ളൂ, പക്ഷേ ഞങ്ങൾ ഡിവോഴ്സിലേക്ക് നീങ്ങുകയാണ്. കാരണം യോജിച്ച് പോകാൻ പറ്റുന്നില്ല, യോജിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കുക അവരുടെ അടുത്ത്, നിങ്ങൾ വിവാഹ സമയത്തെടുത്ത പ്രതിജ്ഞ ഓർക്കുന്നുണ്ടോ? അപ്പോൾ അത് പറയുകയാണ്, എൻ്റെ അച്ചോ അതെന്ത് ഓർക്കാനാ? കാരണം വിവാഹ ദിവസം ഞങ്ങൾ അച്ഛന്മാരുടെ അടുത്തേക്ക് നീങ്ങി നിൽക്കും, ഏറ്റവും മുൻപിലാണ് വന്ന് നിൽക്കുന്നത്. സാധാരണ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മധ്യത്തിലായിരിക്കും. പക്ഷേ വിവാഹ ദിവസം ഞങ്ങൾ വിശിഷ്ട വ്യക്തികളായതുകൊണ്ട് ഏറ്റവും മുമ്പിൽ വന്ന് നിൽക്കും. 2 ഉള്ള സ്റ്റുഡിയോക്കാരെല്ലാം ലൈറ്റും കുടയും എല്ലാം വെച്ച് വലിയ ഒരു സിനിമ പിടിക്കുന്ന മാതിരിയായതുകൊണ്ട് ആകെ ഒരു ഡിസ്ട്രാക്ഷനായിരിക്കും, ആകെ വെപ്രാളമായിരിക്കും. ഞങ്ങൾക്ക് ശരിയായിട്ട് ആ പ്രാർത്ഥനയിലൊന്ന് സംബന്ധിക്കാൻ പോലും സാധിക്കാറില്ല. ഒരു പേടിയൊക്കെ ആയിരിക്കും.
അച്ഛന്മാരുടെ അടുത്ത് നിൽക്കുന്നത് അതുകൊണ്ട് ഒരു പേടിയും വിറയലും. അതുകൊണ്ട് അന്നെടുത്ത പ്രതിജ്ഞ എന്താണെന്ന് ഒരു ഓർമ്മയില്ല. അച്ഛനെന്തോ ചൊല്ലിത്തന്നു, ഞങ്ങളെന്തോ ചൊല്ലി. അപ്പോൾ ഞാൻ പറഞ്ഞു, യെസ്, അതാ കാരണം നിങ്ങൾ ഡിവോഴ്സിലേക്ക് നീങ്ങുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. കാരണം നിങ്ങളെടുത്ത പ്രതിജ്ഞ നിങ്ങൾക്ക് ഓർമ്മയില്ല. ആ പ്രതിജ്ഞ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്കിനി വിവാഹത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഒന്ന് മനസ്സിലാക്കാം. പലരോടും ഞാൻ ചോദിക്കും, വിവാഹത്തിന് ഒരുങ്ങി വന്നു കഴിയുമ്പോൾ വിവാഹത്തിലെ ആ കർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ഏതാണ് എന്ന്. ഒരു 90% വിവാഹിതരും പറയുന്നത് താലികെട്ടാണ് വിവാഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമെന്ന്. താലികെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം. ഇതാണ് നമ്മുടെയൊക്കെ പല വിവാഹിതരും അല്ലെങ്കിൽ അവിവാഹിതരും ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ സഭ അത് പഠിപ്പിക്കുന്നില്ല. താലികെട്ടല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്. താലികെട്ടില്ലെങ്കിലും വിവാഹം നടക്കും. കത്തോലിക്ക സഭയിൽ സാധുവായിട്ട് വിവാഹം നടക്കും, താലികെട്ടില്ലാതെ തന്നെ. ഉദാഹരണത്തിന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോവുക, അമേരിക്കയിലേക്ക് പോവുക, അവിടെയുള്ള ഒരു കത്തോലിക്കരും താലികെട്ടി വിവാഹം കഴിക്കുന്നില്ല. ഉത്തരേന്ത്യയിലേക്ക് പോവുക, അവിടെയുള്ള ഒരു കത്തോലിക്കരും താലികെട്ടി വിവാഹം കഴിക്കുന്നില്ല. അപ്പോൾ താലികെട്ട് പ്രധാനപ്പെട്ടൊരു കാര്യമല്ല കല്യാണത്തിൽ. പിന്നെ എന്താ, മോതിരമാറ്റമാണോ? അതുമല്ല. പിന്നെ എന്താ വിവാഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം? ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ഇതാണ്. പ്രായപൂർത്തിയായ വരനും വധുവും ഒരു പുരോഹിതൻ്റെ മുൻപാകെ പള്ളിയിൽ വെച്ച് ചോദിക്കുന്ന ചോദ്യം, അതായത് നിങ്ങൾ പരസ്പരം ജീവിത പങ്കാളിയായിട്ട് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ, സ്വീകരിക്കുന്നു എന്നവർ ഏറ്റു പറയുമ്പോൾ അവിടെ പൂർണ്ണമായി കഴിഞ്ഞു. ആ സ്വീകരിക്കൽ, ആ പരസ്പരം ഏറ്റെടുക്കൽ, അതാണ് വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ബാക്കിയുള്ളതെല്ലാം അനുബന്ധങ്ങളാണ്, കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. പക്ഷേ കത്തോലിക്ക സഭ ഒരു കാര്യമെടുക്കുമ്പോൾ അതിനെ നോക്കി അത് യോജിച്ചതാണോ, അത് ആത്മീയമായി ഉപകാരപ്രദമാണോ, അർത്ഥവത്താണോ എന്ന് നോക്കിയിട്ടേ അതിനെ അംഗീകരിക്കുകയുള്ളൂ. അതുപോലെ വിവാഹത്തിലും ഈ താലികെട്ടും ഈ മന്ത്രകോടി അണിയിക്കലും ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഹൈന്ദവ ആചാരങ്ങളുടെ ഭാഗമാണ്. നമുക്കറിയാം, നാം ജീവിക്കുന്നത് കേരളത്തിലാണ്. ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനമാണിത്. അപ്പോൾ ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാർ താലികെട്ടി വിവാഹം കഴിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നാമും കേരളീയരായതുകൊണ്ട് ആ താലികെട്ടിനെ നാമും സ്വീകരിച്ചിരിക്കുന്നു. ഇനി സഭ അതെടുക്കുമ്പോൾ അതിനെ അപ്പാടെ എടുക്കുകയല്ല, അതിനർത്ഥം കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അതെന്ന് നോക്കാം. ഒന്ന്, ഈ താലി, അതിൻ്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്. ഹൈന്ദവ താലിയും ക്രിസ്തീയ താലിയും ഷേപ്പ് വ്യത്യാസമുണ്ട്. ഹൈന്ദവ താലി ഒരു ആലിലയുടെ ഷേപ്പാണ്, ആലില. കാരണം അവർ വിശ്വസിക്കുന്നു ആലിലയിൽ കൃഷ്ണൻ്റെ വാസമുണ്ടെന്നെല്ലാം. അതുകൊണ്ട് അതിൽ ഓം എന്ന് കുത്തിയിരിക്കും. പക്ഷേ കത്തോലിക്കരുടെ താലി അല്ലെങ്കിൽ ക്രൈസ്തവ താലി ഒരു ദീപനാളത്തിൻ്റെ ആകൃതിയാണ്. ദീപനാളം. ഈ തിരി കത്തിരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ തിരിയുടെ നാളം എങ്ങനെയുണ്ടോ അതുപോലെയായിരിക്കും ക്രൈസ്തവ താലി. അതിലൊരു കുരിശും ഉണ്ടായിരിക്കും. അപ്പോൾ ഷേപ്പ് തന്നെ വ്യത്യാസമുണ്ട്, ആകൃതി തന്നെ വ്യത്യാസമുണ്ട്. എന്തിനാണ് ഈ ദീപനാളത്തിൻ്റെ ആകൃതിയിൽ ഉണ്ടാക്കുന്നത്? കാരണം ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിനെ ധരിക്കുന്നു വിവാഹത്തിലേക്ക് കടന്നു വരുന്ന ഒരു സ്ത്രീ. അവൾ കുടുംബത്തിൻ്റെ സ്ത്രീയാണ്. സ്ത്രീ ശ്രീയാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, പ്രകാശം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ് അവൾ. അപ്പോൾ അവൾ ആ പ്രകാശം പരത്തിക്കൊണ്ട് മുൻപോട്ട് പോകണം. അതിന് അവളുടെ പക്കൽ തന്നെ പ്രകാശം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഈ താലി പ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ ദീപനാളത്തിൻ്റെ ആകൃതിയിലുണ്ടായിരിക്കുന്നത്. അതിൽ കുരിശുമുണ്ട്. കുരിശ് ക്രൈസ്തവൻ്റെ മുഖമുദ്രയാണ്. അപ്പോൾ ഈ കുരിശാണ് അവളുടെ കഴുത്തിലേക്ക് പുരുഷൻ കല്യാണ സമയത്ത് വെച്ച് കൊടുക്കുന്നത്. ഇനി നോക്കുക, ഈ താലി കോർക്കേണ്ടത് മന്ത്രകോടിയിൽ നിന്നെടുത്ത 12 ചരടുകളിലായിരിക്കണം. പലരും പഠിപ്പിക്കും അല്ലെങ്കിൽ പറയും 7 ചരട് മതി. ഇപ്പം ഞാൻ ചോദിക്കുന്നത് 7 എന്തിനാ? 7 കുദാശയുണ്ടല്ലോ എന്ന്. അപ്പോൾ 7 കുദാശ ഒരുമിച്ച് ഒരാൾ സ്വീകരിക്കാൻ പോവാണോ? അതല്ല. അപ്പോൾ അതുകൊണ്ട് 12 ചരടെടുക്കുക. എന്തിനാ 12?
12 അർത്ഥമുണ്ട്. 12 പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും പ്രതീകമാണ് ഇവിടെ. അപ്പോൾ ആ നടുക്ക് താലി ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ഭാഗത്തെ 12 നമുക്ക് പഴയ നിയമത്തിൻ്റെ 12 കണക്കാക്കാം, മറുഭാഗത്തെ 12 പുതിയ നിയമത്തിൻ്റെ പ്രതീകമായിട്ട് കണക്കാക്കാം. ഇനി എന്താണ് പഴയ നിയമത്തിൻ്റെ പ്രതീകം? നമുക്കറിയാം, പഴയ നിയമത്തിൽ യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളെ തൻ്റെ മക്കളെന്ന് വിളിച്ച് അവർക്കാണ് 10 കൽപ്പന കൊടുത്തത്. അവരെയാണ് വാഗ്ദാന ദേശത്തേക്ക് ദൈവം കൊണ്ടുപോയത്. 12 ഗോത്രങ്ങൾ ഏതാണത്? യാക്കോബിൻ്റെ മക്കളായ 12 പേര്. അപ്പോൾ യാക്കോബിൻ്റെ മക്കളായ 12 പേരുടെ ഗോത്രങ്ങൾ, അതാണ് ഇസ്രായേൽക്കാരെന്നറിയപ്പെടുന്നത്. അപ്പോൾ ആ 12 ഗോത്രത്തിൻ്റെ കൂടെ ഇതാ ഒന്നുകൂടി ചേർക്കപ്പെടുന്നു എന്ന് കാണിക്കാനാണ് 12 പഴയ നിയമത്തെ പ്രതീകമായിട്ട് നാം എടുത്തിരിക്കുന്നത്. പുതിയ നിയമത്തേക്ക് വന്നു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തു. ഈ അപ്പസ്തോലന്മാർ പിന്നീട് പോയി ദൈവവചനം പ്രസംഗിച്ച് അങ്ങനെയാണ് സഭയുണ്ടായത്, സഭ വളർന്നത്. സഭ എന്ന് പറയുന്നതിനാൽ കുടുംബങ്ങൾ ചേരുമ്പോഴാണ്. അപ്പോൾ അങ്ങനെയുള്ള സഭയുടെ കുടുംബങ്ങളിലേക്ക് ഇവരുടെ കൂടി ഒരു കുടുംബം കൂട്ടിച്ചേർക്കപ്പെടുന്നു. അപ്പോൾ പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും പ്രതീകമായ 12 ചരട്, അതിന് നടുക്ക് ഈ താലി തൂങ്ങിക്കിടക്കുന്നു. ഇതാണ് വധുവിൻ്റെ കഴുത്തിലേക്ക് വരൻ വെച്ച് കൊടുക്കുന്നത്. ഇനി ഈ താലി കെട്ടുന്നതെന്ന് നോക്കുക. എങ്ങനെയാണ് താലി കെട്ടുന്നത്? താലി കെട്ടുന്ന സമയത്ത് പുരോഹിതൻ താലിയുടെ ചരടെടുത്ത് ഉയർത്തി കൊടുക്കും പുരുഷൻ്റെ കയ്യിലേക്ക്. പുരുഷൻ പുറയിലേക്ക് പോയി നിന്ന് തൻ്റെ വധുവിൻ്റെ കഴുത്തിൽ അത് കെട്ടുന്നു, അണിയിക്കുന്നു. നോക്കുക, ശരിക്കും ശ്രദ്ധിക്കുക. ഈ ചരട് വൈദികൻ്റെ കയ്യിൽ നിന്ന് പുരുഷനും പുറകിൽ പോയി നിന്നാണ് വാങ്ങുന്നത്. എന്തിനാണ് പുറകിലേക്ക് പോകുന്നത്? അവന് സൈഡിൽ നിന്ന് കെട്ടിയാൽ പോരെ? ഇല്ല. പുറകിലേക്ക് വന്ന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ സ്ത്രീയെ മുൻപിലേക്ക് നിർത്താം. അവൾ ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ ഇപ്പോൾ പറയുന്നത് എല്ലാത്തിലും, ലേഡീസ് ഫസ്റ്റ്. അപ്പോൾ അവൾക്കുള്ള പ്രാതിനിധ്യം കാണിക്കുകയാണ്. 2, ഞാൻ നേരത്തെ പറഞ്ഞു, അവളുടെ കഴുത്തേക്ക് വന്ന് കുരിശിൽ ആ താലിയിൽ പ്രകാശത്തിൻ്റെ ചിഹ്നമാണുള്ളത്. തിരുനാളത്തിൻ്റെ പ്രകാശം വരുത്തി മുൻപോട്ടാണ് പോകേണ്ടത്. പ്രകാശം അല്ലെങ്കിൽ വിളക്ക് പിടിക്കുന്ന ആൾ മുൻപിൽ പോകണം. അതുകൊണ്ട് അവളെ മുൻപിലേക്ക് നിർത്തുന്നു. മറ്റൊരർത്ഥം, കുടുംബജീവിതം ആരംഭിക്കാൻ പോവാണ്. അവളുടെ കഴുത്തിലേക്ക് കുരിശാണ് വെച്ച് കൊടുക്കുന്നത്. ആ താലിയിൽ കുരിശുണ്ടെന്ന് ഞാൻ പറഞ്ഞു, കുരിശാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും താഴെ വീഴാൻ സാധ്യതയുണ്ട്. കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ വന്നിട്ട് പോയപ്പോൾ 3 പ്രാവശ്യം വീണെന്ന് പറയുന്നത് 3-ൽ കൂടുതൽ വീണുണ്ടായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്ത്രീയും വധുവും വിവാഹ ജീവിതം ആരംഭിക്കുമ്പോൾ, കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ വീഴാൻ സാധ്യതയുണ്ട്. പക്ഷേ അവളെ വീഴാൻ അനുവദിക്കരുത് തൻ്റെ ജീവിത പങ്കാളി. അതുകൊണ്ടാണ് പുറകെ പോയി നിൽക്കുന്നത്. അപ്പോൾ വീഴുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ താങ്ങിപ്പിടിക്കാൻ, താങ്ങും അത്താണിയുമായിട്ട് അതിനാ പുറകിൽ നിൽക്കുന്നത്. സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞിട്ട് അറിയുള്ളൂ, പിന്നെ പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ മുൻപിലാണെങ്കിൽ അല്പം വേവറിങ് വരുന്നു, അല്ലെങ്കിൽ അത് തല ചുറ്റുന്നു, അല്ലെങ്കിൽ ആട് വീഴാൻ പോകണു എന്ന് കണ്ടു കഴിഞ്ഞാൽ താങ്ങിപ്പിടിക്കാം. ഇതിനാണ് പുരുഷൻ പുറകെ പോയി നിൽക്കുന്നത്. ഇതൊക്കെ അർത്ഥവത്താണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കത്തോലിക്ക സഭ ഒരു കാര്യം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം ഒരു അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താലികെട്ട് നടത്തി. ഇനി പിന്നെ മോതിരമാണ് മാറുന്നത്. മോതിരം യൂറോപ്യൻ രാജ്യങ്ങളിലും ഒരു മാറാറുണ്ട്. നമുക്ക് മോതിരത്തെ നോക്കാം. മോതിരം, വെഡ്ഡിങ് റിംഗ് എന്ന് പറയും ഇംഗ്ലീഷിൽ. റിംഗ് എന്ന വാക്കിന് വളയം എന്നും കൂടി അർത്ഥമുണ്ട് മലയാളത്തിൽ. റിംഗ്, വളയം. ഈ വളയത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? അതിന് ആരംഭമില്ല, അവസാനമില്ല. യു ജസ്റ്റ് കനോട്ട് സേ ദാറ്റ് ദിസ് ഈസ് ദ ബിഗിനിങ്, ദിസ് ഇസ് ദ എൻഡ്. അതിൻ്റെ ആരംഭം ഇതാണ്, ഇത് അവസാനം എന്ന് പറയാൻ പറ്റില്ല. അതേസമയം ഒരു മാല എടുത്തേയും അതിനെ കൊളുത്ത് പിടിച്ച് കഴിഞ്ഞാൽ യെസ്, വൺ എൻഡ് ആൻഡ് അതർ എൻഡ്. പക്ഷെ മോതിരത്തിനതില്ല. ഇതെന്താ അർത്ഥമാക്കുന്നത്? ഇവരുടെ വിവാഹബന്ധവും ഇതുപോലെ ആരംഭവും അവസാനവും ഇല്ലാത്തതായിരിക്കണം എന്നുള്ളതാണ്. ആരംഭവും അവസാനവും ഇല്ല. അതായത് ഇതൊരു 10 കൊല്ലത്തിലുള്ള കോൺട്രാക്റ്റ് അല്ല മാരേജ് എന്ന് പറയുന്നത്, കല്യാണം എന്ന് പറയുന്നത്. ജീവിതകാലം മുഴുവൻ അങ്ങ് കല്ലറ വരേക്ക്, കുഴിമാടം വരെ നീളേണ്ട ഒരു ബന്ധമാണ്.
അതുകൊണ്ട് യൂസ് ആൻഡ് ത്രോ പോലെയല്ല നമ്മുടെ വിവാഹ ജീവിതത്തിൻ്റെ ബന്ധം ഇരിക്കേണ്ടത്. അതുകൊണ്ടാണ് അതൊരു റിങ്ങായിട്ട് അതിനെ കയ്യിൽ അണിയുന്നത്. ഇനി ഈ റിങ്ങിൽ, പുരുഷൻ അണിയുന്ന റിങ്ങിൽ ഭാര്യയുടെ പേരും, അതുപോലെ ഭാര്യ അണിയുന്ന റിങ്ങിൽ പുരുഷൻ്റെ ഭർത്താവിൻ്റെ പേരും ഉണ്ടായിരിക്കും. രണ്ടുപേരുടെയും പേര് കൊത്തിയ മോതിരങ്ങളാണ് അണിയുന്നത്. എന്തിനാണ് ഈ പേര് കൊത്തിയിരിക്കുന്നത്? പുരുഷൻ്റെ കയ്യിൽ ഈ പേരുണ്ടെങ്കിൽ, അതായത് തൻ്റെ ഭാര്യയുടെ പേരുണ്ടെങ്കിൽ, ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് റിമൈൻഡർ, എപ്പോഴും ഓർമ്മപ്പെടുത്തലാണ്, ഇനി മുതൽ നീ ഒറ്റയ്ക്കല്ല കേട്ടോ. ഇത്രയും നാൾ നീ ഒറ്റയ്ക്കൊക്കെ തോന്നിയാസം നിൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചു. ഇനി സൂക്ഷിക്കുക, നിൻ്റെ ജീവിത പങ്കാളി കൂടെയുണ്ട്. നിനക്ക് എവിടെ എങ്ങനെയും തോന്നാൻ പോകാൻ പറ്റില്ല. എപ്പോഴും വാച്ച് വുമണായിട്ട് നിൻ്റെ ഭാര്യ, ജീവിത പങ്കാളി കൂടെയുണ്ട്. ആ ഒരു റിമൈൻഡറാണ് ഈ മോതിരം എപ്പോഴും കൊടുക്കുന്നത്, ആ പേര് എപ്പോഴും കൊടുക്കുന്നത്. അപ്പോൾ അതൊരു റിമൈൻഡർ, ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പേര്. അതുപോലെ തന്നെ ഭാര്യയോടും, നിൻ്റെ ഭർത്താവ് നിൻ്റെ കൂടെ എപ്പോഴുണ്ട്. പഴയ ബോയ് ഫ്രണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറന്നേക്കുക. ഇനി മുതൽ നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ഒരാൾ മാത്രം, നിൻ്റെ ഭർത്താവ്. ആ പേര് കണ്ടോ? അയാളെ മാത്രം നീ ഓർക്കുക, അയാളെ മാത്രം നീ സ്നേഹിക്കുക. അപ്പം ഇതിനാണ് ഈ മോതിരം അണിയുന്നത്. ഇനി മോതിരത്തിന് മറ്റൊരർത്ഥവും കൂടെയുണ്ട്. ഒരു അധികാരത്തിൻ്റെ ചിഹ്നം കൂടിയാണ് മോതിരം. അച്ഛന്മാർ മോതിരം ഇടാറില്ല സാധാരണ രീതിയിൽ. പക്ഷേ ഒരു വൈദികൻ ബിഷപ്പായി തീരുമ്പോൾ മോതിരം ധരിക്കും. എന്നിട്ട് ആ ബിഷപ്പ് വരുമ്പോൾ ജനങ്ങൾ ബിഷപ്പിൻ്റെ മോതിരമാണ് മുത്തുന്നത്. അതായത് ആ രൂപതയെ മൊത്തം അധികാരത്തിലേക്ക് എത്തിരിക്കുന്നു എന്നതിൻ്റെ ചിഹ്നമാണ് ആ മോതിരം. അപ്പോൾ മോതിരം അധികാര ചിഹ്നമാണ്. അപ്പം ഇവിടെയും നോക്കുക, ഭർത്താവിൻ്റെ മേൽ ഭാര്യയ്ക്ക് അധികാരമുണ്ട്. അതാണ് ആ മോതിരത്തിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഭാര്യയുടെ മേൽ ഭർത്താവിനും അധികാരമുണ്ട്. രണ്ടുപേരുടെയും മേൽ പരസ്പരം അധികാരമുണ്ട്. ആരും ആരുടെയും കീഴിലല്ല. വിവാഹത്തിലെ ജീവിത പങ്കാളികളുടെ തുല്യതാ അവസ്ഥ എത്ര മനോഹരമായൊരു സങ്കല്പമാണെന്ന് നോക്കിയേ. ആരും ആരെയും കീഴിലല്ല, രണ്ടുപേരുടെയും മേൽ അധികാരമുണ്ട്. ആരും ആരെയും അടക്കി ഭരിക്കേണ്ടവരല്ല. പണ്ട് അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു, ഇപ്പോൾ അതല്ല. അപ്പോൾ ഇനി ബൈബിളിലേക്ക് നമുക്ക് നോക്കാം. ഈ മോതിരം അണിയിക്കുന്നത് ധൂർത്തപുത്രൻ, ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണുന്നുണ്ടല്ലോ. ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ അവനെ പിതാവ് വീണ്ടും മോതിരം അണിയിച്ച് വീണ്ടും പ്രഭുകുമാരനാക്കി മാറ്റുന്നു, അധികാരം കൊടുക്കുന്നു. പന്നിക്കൂട്ടിലെ അവസ്ഥയിൽ നിന്ന് മാറി വീണ്ടും അവനിതാ ഒരു പ്രഭുകുമാരനായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ പഴയ നിമിത്തം നമ്മൾ കാണുന്നു, പൊത്തിഫാറിൻ്റെ കൊട്ടാരത്തിൽ ഈ ജോസഫ്, പഴയ നിമിത്തം ജോസഫ് താമസിക്കുമ്പോൾ അവനെ ഉയർത്തുന്നു, ഗവർണറാക്കി മാറ്റുമ്പോൾ മോതിരം അണിയിച്ചാണ് അവനെ ഗവർണറാക്കി മാറ്റുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം നാം കാണുന്നത് അധികാരത്തിൻ്റെ ചിഹ്നമാണ് മോതിരം. അതുപോലെ അനന്തമായി നീളുന്നതാണ് അവരുടെ ബന്ധം. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞിരുന്നു, നിനക്കുള്ള പ്ലാനും പദ്ധതിയും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ആരോടൊപ്പം ആയിരിക്കണമെന്നുള്ള പ്ലാനും പദ്ധതിയും ദൈവം ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ അത് സാർത്ഥകമായി. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു പണ്ട് മുതൽ ഇവൻ ഇവളോടുകൂടി ആയിരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇവൾ ഇവനോടുകൂടി ആയിരിക്കണം എന്നുള്ളത്. അത് ദൈവത്തിൻ്റെ പ്ലാനാണ്. പിന്നെ മനുഷ്യൻ അവൻ്റേതായ പരിമിതമായ ജ്ഞാനത്തിൽ ഇപ്പോൾ കണ്ടുപിടിച്ചു. അതൊരു പക്ഷേ മാരേജ് ട്രിബ്യൂണൽ വഴിയായിട്ടോ ദല്ലാൾ വഴിയൊക്കെ ആയിട്ട് ഇപ്പോൾ കണ്ടെത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ദൈവം അത് പണ്ടേ നിശ്ചയിച്ചതാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ പറയുന്നല്ലോ, ദൈവം ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കണ്ടോ എത്ര മനോഹരമാണെന്ന് നോക്കിയേ. ദൈവമാണ് യോജിപ്പിച്ചത്, ദല്ലാളോ മാരേജ് ട്രിബ്യൂണലോ അല്ല, ദൈവമാണ് യോജിപ്പിച്ചത്. അപ്പോൾ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഒരിക്കലും വേർപെടുത്താൻ പറ്റാത്ത ഒരു ബന്ധമാണ് ഈ വിവാഹത്തിൻ്റെ ഭാര്യാഭർത്തൃ ബന്ധം എന്നുള്ളത്. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ ജപമാലകൾ വെഞ്ചരിച്ച് കൊടുക്കും. എന്തിനാണെന്നോ, ഈ ആഘോഷങ്ങളും ഈ സ്റ്റുഡിയോ പോലെ ലൈറ്റ് ഫോട്ടോഗ്രാഫിയും ഇതെല്ലാം ഇന്നത്തെ കൂടെ അവസാനിക്കും. റിയൽ ജീവിതം തുടങ്ങാൻ പോണേ ഉള്ളൂ. ആരും നിങ്ങൾക്ക് വേണ്ടത് സ്തുതിപാഠകരല്ല,
പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും പുണ്യവാന്മാരുടെ മാധ്യസ്ഥവും ഒക്കെ. അതുകൊണ്ട് പ്രാർത്ഥനയാകുന്ന ആ വലിയ ശക്തിയിൽ മുന്നേറുക, ജപമാലയെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുക, അതിനാണ് ജപമാലകൾ വെഞ്ചരിച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മന്ത്രകോടി വെഞ്ചരിപ്പാണുള്ളത്. മന്ത്രകോടി അതൊരു സാരിയാണ്, മുന്തിയ ഇനം സാരി. സാരി തന്നെയാണ്, പക്ഷേ ഇത്തിരി മുന്തിയ ഇനം സാരിയാണത്. ഇനി അത് എപ്പോഴാണ് മന്ത്രകോടിയാവുന്നത്? മന്ത്രകോടിയാവും എപ്പോഴാണെന്ന് അറിയാമോ? വൈദികൻ ഒരു മന്ത്രം ചൊല്ലും, ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് അതിൽ തീർത്ഥം തളിക്കും, ഹനാൻ വെള്ളം തളിക്കും. ആ പ്രാർത്ഥന ചൊല്ലി തീർത്ഥം തളിച്ചു കഴിയുമ്പോൾ പിന്നെ അത് വെറും സാരിയല്ല, കോടി മന്ത്രങ്ങൾ ചൊല്ലി വാഴ്ത്തിയ വസ്ത്രത്തിൻ്റെ വിലയാണ് അതിനുള്ളത്. കോടി മന്ത്രങ്ങൾ ചൊല്ലി വാഴ്ത്തിയ വസ്ത്രം മറക്കരുത്, അതാണ് ആ സാരിയുടെ വില. അതുകൊണ്ട് ആ സാരി അവളുടെ അല്ലെങ്കിൽ വധുവിൻ്റെ തലയിലിട്ട് മൂടുകയാണ് ചെയ്യുന്ന വരൻ. നമ്മുടെ സിറുമലബാർ സഭയിലെ വിവാഹ കർമ്മത്തിൽ അതാണ് ചെയ്യുന്നത്, തലയിൽ മൂടുന്നു. എന്തിനാണ് മൂടുന്നത്? അവൾ വിശുദ്ധയായിരിക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കുകയാണ്. അപ്പോൾ വിശുദ്ധമായ സാധനങ്ങളെ നമ്മൾ മൂടി വയ്ക്കുന്നു. നമുക്കറിയാം, പണ്ട് കാലത്തൊക്കെ നമ്മുടെ സക്രാരിയുടെ മുൻപിൽ സക്രാരി വിരിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, യാക്കോബായ ഓർത്തഡോക്സ് മലങ്കര പള്ളികളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കർട്ടനുണ്ട്, മൂടി വെച്ചിരിക്കുകയാണ്. അത് കാരണം വിശുദ്ധമായ സ്ഥലമാണത്. വിശുദ്ധമായതെല്ലാം മൂടി സംരക്ഷിക്കും. വിലയേറിയതും നമ്മൾ മൂടി സംരക്ഷിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളന്മാർ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സൂക്ഷിക്കും. അപ്പം അതുപോലെ ഈ വധുവിന് മൂടി സൂക്ഷിക്കുകയാണ് വരൻ ചെയ്യുന്നത്. വിലപ്പെട്ട നിധിയാണ് അവൾ എന്ന് മനസ്സിലാക്കിയിട്ട്. ഇനി എന്തിനാണ് തലയിലിട്ട് മൂടുന്നത്? അതായത് ഇന്നു മുതൽ ഇവളെ എൻ്റേത് മാത്രം, ആരും ഇവളെ കാക്ഷിക്കരുത്, ആരും ഇവളെ ദുഷ്ടലാക്കുക നോക്കരുത്, ആരും ഇവളെ ലസ്റ്റ്ഫുള്ളായി എന്ന് ഇംഗ്ലീഷിൽ പറയും, അങ്ങനെയുള്ള ആ ഒരു ലൈംഗികമായ ചൊവ്വയോടെ അവളെ നോക്കരുത്. അതിനുവേണ്ടി പൊതിഞ്ഞ് സൂക്ഷിക്കുകയാണ്. എത്ര മനോഹരമായ സങ്കല്പം നോക്കുക പ്രിയപ്പെട്ടവരെയും. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ നവവധുക്കളോട്, വിവാഹം കഴിഞ്ഞ് ഒരു മാസത്തേക്കെങ്കിലും പള്ളിയിൽ പോകുമ്പോൾ ഈ മന്ത്രകോടി ധരിച്ചിട്ട് പോകണം പള്ളിയിലേക്ക്. ഇപ്പോഴത്തെ ഫാഷനൊക്കെ നിങ്ങൾ ധരിച്ച മറ്റു ദിവസങ്ങൾ, പക്ഷേ ഞായറാഴ്ചയെങ്കിലും പള്ളിയിൽ പോകുമ്പോൾ ഒരു മാസത്തേക്ക് ഈ മന്ത്രകോടി അണിയണം. എന്താണെന്നറിയാമോ? ഈ മന്ത്രകോടി ഒരു പ്രൊട്ടക്ഷനാണ്, സംരക്ഷണമാണ്. കാരണം അത് വെഞ്ചരിച്ചതാണ്, അതിനതേ ശക്തിയുണ്ട്. അപ്പോൾ ആരെങ്കിലും നിങ്ങളെ ദുഷ്ടലാക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ നോട്ടം നിങ്ങളുടെ മേലെ ഏശുകയില്ല, നിങ്ങളെ അത് ബാധിക്കുകയില്ല. അപ്പോൾ അതിനുള്ളൊരു കവചമാണത്. ഇപ്പോൾ ഒരു വൈദികൻ തന്നെ ഒരു കുർബാന കുപ്പായോ മറ്റോ മേടിച്ചു കഴിഞ്ഞാൽ വെഞ്ചരിക്കും, എന്നിട്ടേ അത് ഉപയോഗിക്കുള്ളൂ. എന്നിട്ട് കുർബാനയിലില്ല അതിന് സാധുതയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അത് സാധാരണ ഒരു ഫാൻസി ഡ്രസ്സ് പോലെ ആയിപ്പോവും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് വെഞ്ചരിച്ചാണ് കൊടുക്കുന്നത് ഈ മന്ത്രകോടി. അത് ധരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക. അപ്പോൾ മറ്റുള്ളവരാരും നിങ്ങളെ കാക്ഷിക്കാതിരിക്കും. ഇനി അഥവാ ദുഷ്ടലാക്കൂടെ അതിനെ നോക്കിയാൽ തന്നെ അത് നിൻ്റെ മേലേശുകയില്ല എന്ന് ഞാൻ നവവധുക്കളോട് പറയാറുണ്ട്. അപ്പോൾ ഇതാണ് മന്ത്രകോടി. ആ മന്ത്രകോടി പിന്നീട് കയ്യിൽ മടക്കിയിട്ടുകൊണ്ട് ആണ് പിന്നെ ഒരു പ്രതിജ്ഞ ചൊല്ലുന്നത്. ഇനിയൊരു പ്രതിജ്ഞയുണ്ട്, അത് ഭയങ്കര രസമാണ്. അതാണ് ഇതിൻ്റെ ക്ലൈമാക്സ് കേട്ടോ. വിവാഹകർമ്മത്തിൻ്റെ ക്ലൈമാക്സ് അതാണ്. പുരോഹിതൻ ബൈബിൾ തുറന്ന് കൊടുക്കും, എന്നിട്ട് കൈ പിടിക്കാൻ പറയും. രണ്ടുപേരും കൈ തൊടും, പ്രതിജ്ഞ ചെയ്യുകയാണ്. എന്താ പറയുന്നത് അറിയാമോ? ഇന്ന് മുതൽ മരണം വരെ, റിമെമ്പർ, ഓർക്കുക, ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ 10 കൊല്ലത്തേക്കോ അല്ല കേട്ടോ ഈ കല്യാണത്തിൻ്റെ കോൺട്രാക്റ്റ്. ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എന്ന് പറഞ്ഞാൽ ഏതവസ്ഥയാണെങ്കിലും പരസ്പര സ്നേഹത്തോടും ഐക്യത്തോടും കൂടെ ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്തു. എത്ര മനോഹരമായൊരു വാഗ്ദാനം! ഇനി തീർന്നില്ല. ഞങ്ങളുടെ ഈ വാഗ്ദാനം പരിശുദ്ധമായ ഈ നിമിഷത്തിൽ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. വാ, അതുപോലെ അപ്പോൾ നമ്മൾ ബൈബിളിനെ തൊട്ട് പ്രതിജ്ഞ ചെയ്ത് ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ആ പ്രതിജ്ഞ ലംഘിച്ചു കഴിഞ്ഞാൽ ദൈവം വെറുതെ വിടുമോ? അതുകൊണ്ടാണ് ഈ വിവാഹത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ തന്നെ ആദ്യം തുടങ്ങുന്നത് ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പോട്ടയിൽ ഡിവൈനും ചെല്ലുമ്പോൾ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു 2 കൊല്ലമായുള്ള കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിവോഴ്സിൻ്റെ വക്കലാണെന്ന്. ഞാൻ ചോദിച്ചല്ലോ അന്നിടത്തെ പ്രതിജ്ഞ ഓർമ്മയുണ്ടോ എന്ന്. ഓർമ്മയില്ല. ആ പ്രതിജ്ഞ അവർ ലംഘിച്ചു.
എന്താണ് ആ പ്രതിജ്ഞ? ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ വാഗ്ദാനം പരിശുദ്ധമായ ഈ നിമിഷത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു. അത് മറന്നുപോയില്ലേ മക്കളെ നിങ്ങൾ? അതുകൊണ്ടായി സംഭവിച്ചത്. അത് മറക്കാൻ പാടില്ലായിരുന്നു. നിങ്ങളെടുത്ത പ്രതിജ്ഞ ദൈവത്തിൻ്റെ മുൻപാകെ ആണ് നടത്തിയത്. ഇനി 1-2 ഗൈഡ് ലൈനുകൾ തന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിവാഹം ഡിവോഴ്സാവുന്ന ചില അനുഭവങ്ങളുണ്ട് നമ്മുടെ കത്തോലിക്ക സഭയിൽ. അതായത് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? എ മാരേജ് ദാറ്റ് ഈസ് റാറ്റിഫൈഡ് ആൻഡ് കോൺസുമേറ്റഡ് കനോട്ട് ബി ഡിവോഴ്സ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കൗതാശികപരമായി പൂർണ്ണമായതും അതുപോലെ ഒരു രാത്രിയെങ്കിലും പരസ്പര ദാമ്പത്യ ബന്ധം പുലർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും വിഭജിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി എന്താണ് കൗതാശികപരം എന്നുള്ളതിന് ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. 1, വരനും വധുവും പ്രായപൂർത്തിയായിട്ടുള്ളവരായിരിക്കണം. 2, വിവാഹ സമയത്ത് ആരുടെയും ഒരു സമ്മർദ്ദമോ അല്ലെങ്കിൽ പേടിപ്പിക്കലോ ഒന്നുമില്ലാതെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടെ കൂടിയായിരിക്കണം. 3, വിവാഹത്തിന് മുൻപ് വരനോ വധുവോ മാനസിക ആരോഗ്യത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക അസ്വാസ്ഥ്യത്തിന് അല്ലെങ്കിൽ മാഡ്നസ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇതിന് മരുന്ന് കഴിച്ചിട്ടുള്ളവരായിരിക്കരുത്. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം. പിന്നെ അടുത്തൊരു കണ്ടീഷൻ, പള്ളിയിൽ വെച്ച് ആയിരിക്കണം വിവാഹം നടന്നിരിക്കുന്നത്. ഇപ്പോൾ കപ്പേളിൽ വെച്ചോ അല്ലെങ്കിൽ വല്ല ഹോളിൽ വെച്ചോ നടക്കുകയാണെങ്കിൽ അതിനെ സാധുവായിട്ട് കണക്കാക്കുകയില്ല. മറ്റൊരു ഘടകം, പുരോഹിതനുണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു പള്ളിയിൽ വികാരിച്ചനുണ്ടായിരുന്നു, പക്ഷേ വികാരിച്ചനെന്ന് പെട്ടെന്ന് തലകറങ്ങി വീണ് അച്ഛൻ ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ ഒരു ചമ്മാച്ചൻ വേദപാഠം പഠിപ്പിക്കാൻ വന്നിരുന്ന ആ ചമ്മാച്ചൻ്റെ മുമ്പിൽ വെച്ച് കല്യാണം നടത്താൻ പാടില്ല. ചമ്മാച്ചൻ്റെ മുമ്പിൽ വെച്ചാണ് കല്യാണം നടന്നതെങ്കിൽ അതിനെ ഇതുപോലെ തന്നെ നമുക്ക് ഡിവോഴ്സ് നടത്താനുള്ള ഒരു ഘടകമായിട്ട് അംഗീകരിക്കാം. അപ്പോൾ പിന്നെ 2 സാക്ഷികൾ വേണം. ഇപ്പോൾ വരുന്ന വഴിക്ക് ഒരു സാക്ഷി മധ്യസാക്ഷി കയറി പള്ളി വരെ എത്താൻ പറ്റിയില്ല, ഒരു സാക്ഷി ഉണ്ടായിരുന്നുള്ളൂ, അതും ഇൻവാലിഡാണ്. അപ്പോൾ നോക്കുക, 2 സാക്ഷികൾ, പള്ളിയിൽ വെച്ച് ഒരു വൈദികൻ, അത് പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീയും. ഇത്രയാണ് ആ കൗതാശികപരമായ ഭാഗങ്ങൾ. ഇനി അടുത്തത്, ഒരു ദിവസമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അവരുടെ ദാമ്പത്യ ബന്ധം പുലർത്തിയിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് കൗതാശികപരമായിട്ടെല്ലാം കഴിഞ്ഞു, പക്ഷേ ഒരു രാത്രി പോലും അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ല. ഉടനെ തന്നെ ഗൾഫിൽ നിന്ന് കോൾ വന്നു, ഉടനെ തന്നെ പുരുഷൻ അടുത്ത ഫ്ലൈറ്റിന് പോവുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവൾക്ക് ഈ വിവാഹ ജീവിത പങ്കാളിക്ക് പറയാം, നിങ്ങൾ തമ്മിൽ ദാമ്പത്യ ബന്ധം നടത്തിയിട്ടില്ല. അതും വിവാഹം ഡിവോഴ്സിനുള്ള ഒരു ഭാഗമായിട്ട് കണക്കാക്കുന്നതാണ്. ഇതൊക്കെയാണ്. അല്ലെങ്കിൽ ഈ കൗതാശികപരമായും ഈ ദാമ്പത്യ ബന്ധം പുലർത്തുകയും ചെയ്ത കല്യാണം ഒരിക്കലും ഒരു കാരണവശാലും നമ്മുടെ കത്തോലിക്ക സഭയിൽ ഡിവോഴ്സിന് അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് വിവാഹത്തെ വെറും ഒരു കോൺട്രാക്റ്റായോ അല്ലെങ്കിൽ വെറും ഒരു ചടങ്ങായിട്ടോ നമ്മൾ ഒരിക്കലും എടുക്കരുത്. മറ്റുള്ള മതക്കാർക്കൊരു പക്ഷേ വിവാഹം ഒരു കുദാശയല്ല, ഒരു സാമൂഹ്യ ചടങ്ങായിട്ടേ അതിനെടുക്കുന്നുള്ളൂ. നമുക്കിതൊരു കുദാശയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ വരുന്ന പല ദമ്പതികളും പ്രത്യേകിച്ച് സ്ത്രീകൾ മാന്യമായ വസ്ത്രം ധരിച്ച് ആ കുദാശ സ്വീകരിക്കാൻ വരാറില്ല. ഈ അടുത്തിടയ്ക്ക് എൻ്റെ പള്ളിയിൽ തന്നെയുണ്ടായ ഒരു വിവാഹത്തെ ഞാൻ ഓർക്കുകയാണ്. വളരെ മോശമായ ഒരു വസ്ത്രധാരണമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഒരു കുദാശ സ്വീകരിക്കാനുള്ളതായിട്ടുള്ള ആ ഒരു അവസ്ഥയിലല്ല വന്നിരുന്നത്. അപ്പോൾ ആ കുദാശയെ ബഹുമാനിക്കുക, കുദാശയെ മാനിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിവാഹിതരായ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളെടുത്ത ആ പ്രതിജ്ഞ ഒന്ന് ആവർത്തിക്കുവാൻ ദൈവം സമയം തരട്ടെ, അവസരം തരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.